ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വചനം വളരെ ശക്തമേറിയ ഒരു വചനം തന്നെയാണ്. വചനം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്നു പറയുന്നു. നിന്റെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയി എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ തോന്നുമ്പോൾ ഉറപ്പായും ഈ വചനം നിന്റെ മനസ്സിലേക്ക് വരണം. ഇത് സാധാരണ വാക്കല്ല, ദൈവം നേരിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വലതു കൈ എന്നത് ബൈബിളിൽ ശക്തിയുടെ, അധികാരത്തിൻ്റെ അടയാളമാണ്. ദൈവം ഇന്ന് നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ ബലഹീനനായാലും ഞാൻ നിന്റെ ശക്തിയാണ്. നീ വീഴാൻ പോകുമ്പോൾ നിന്നെ ഞാൻ താങ്ങും. നീ പേടിയോടെ നിൽക്കുമ്പോൾ ഞാൻ നിനക്ക് ധൈര്യം തരും. നീ വഴിമുട്ടുമ്പോൾ അവൻ നിനക്ക് വഴി കാണിക്കും. ദൈവം നിന്റെ കൈ പിടിച്ചതുകൊണ്ട് ഒരിക്കലും ജീവിതം താഴേക്ക് പോകില്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഓർക്കുക, നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്റെ വലതു കൈ പിടിച്ച് നിനക്കൊപ്പം നടക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടരുത്, സംശയിക്കരുത്. ഓർക്കുക, നിന്റെ കൈ വിട്ടുകൊടുക്കാത്ത ദൈവം ഒരിക്കലും നിന്നെയും വിട്ടുകൊടുക്കില്ല. വീണ്ടും ദൈവം നിന്നോട് പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നിന്നിൽ വലിയൊരു പദ്ധതി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിന്നെ വഞ്ചിച്ചവർ കാണുക, നിന്നെ ദോഷം പറഞ്ഞവർ കാണുക, നന്മയുള്ള ഒരു ജീവിതം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ കേട്ട വചനത്താൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. പാപിയായി ഞങ്ങൾക്ക് ഈ നിമിഷം ഭൂമിയിൽ ശേഷിക്കുവാൻ യോഗ്യത ഉള്ളവരല്ല. എന്നാലും എൻ്റെ ദൈവം ഞങ്ങളുടെ പാപത്തെ കണക്കിടാതെ വണ്ണം, ഞങ്ങളുടെ കുറവുകളെ കണക്കിടാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപയിൽ ഈ ഭൂമിയിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഈ വീഡിയോ കാണുന്ന, കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെയും സ്വർഗമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് എത്തിച്ചെല്ലണമേ. എൻ്റെ വലതു കൈ ദൈവം പിടിച്ചതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് അവരെ ഒരുക്കണമേ. അവരുടെ മനസ്സിലെ പ്രയാസത്തെ അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ. നന്മകൾ കൊണ്ടെന്ന് നിറയ്ക്കണമേ. കർത്താവെ, ഈ കേട്ട വചനത്താൽ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. ആമേൻ.